എൻ്റെ ഒരു പ്രൊഫസർ ഒരിക്കൽ ഞങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം അതായിരുന്നു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ എൻ്റെ പ്രൊഫസർ, അദ്ദേഹം എപ്പോഴും നല്ല പ്രഭാഷണങ്ങൾ തരുന്ന, നമ്മുടെ സുകുമാർ അഴീക്കോട് മാഷിനെ പോലെയൊക്കെ നന്നായി സംസാരിക്കുന്ന ഒരു ഒരു അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹോൾ പർപ്പസ് ഓഫ് ലൈഫ് അക്കോർഡിംഗ് ടു ഹിം, ഹോൾ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് ആൻഡ് ഡൈ എന്നാണ് പറയുന്നത്. ജീവിതം ജനിക്കുന്നത് തന്നെ കുറേ വായിക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ അർത്ഥം അദ്ദേഹം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയായിരുന്നു, നമ്മൾ അറിവ്, വിസ്ഡം, നോളജ്, എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയും, ജ്ഞാനം, ഇത് നമ്മുടെ ആത്മാവിലേക്ക് ഉൾക്കൊള്ളാനായിട്ടാണ് ഈ ഭൂമിക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മനുഷ്യർ പഠിപ്പിച്ചു തരാം. എന്താണ്? ഒരു പുസ്തകത്തിൽ നിന്നാണല്ലോ പഠിപ്പിച്ചു തരുന്നത്, സ്കൂളിലായാലും കോളേജിലായാലും. ഓൾറെഡി ദിസ് എ ബുക്ക്. ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ പഠിപ്പിച്ചു തന്നാൽ തിരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അമ്മയൊക്കെ നാളെ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ആ പുസ്തകമൊക്കെ വായിച്ചിട്ട് പോകാൻ പറയും, ചിലതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് എന്താണോ എനിക്ക് സംശയങ്ങളുള്ളത്, ആ സംശയങ്ങളൊക്കെ ഞാൻ കുറിപ്പെടുത്തി വയ്ക്കും. എന്നിട്ട് അമ്മ അതൊക്കെ നോക്കും, ഇതൊക്കെ അമ്മയ്ക്ക് അറിയുന്നതൊക്കെ അമ്മ പറഞ്ഞു തരും, അമ്മയ്ക്ക് അറിയാത്തതൊക്കെ നാളെ മാഷിനോട് ചോദിക്കുക, ടീച്ചറോട് ചോദിക്കുന്ന പറയും. അങ്ങനെ അപ്പോൾ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പുസ്തകം വായിക്കുന്നു. അവിടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈഹാർട്ട് ചെയ്യാനായിട്ട് ആ പുസ്തകം വായിക്കണം, അല്ലേ? വായിക്കണം, പഠിക്കണം. വായനയ്ക്കും പഠിക്കുന്നതിനും വ്യത്യാസമുണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ വായിക്കുന്നു, പിന്നെ പഠിക്കുന്നു. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നും എന്ത് ചോദിച്ചാലും നമുക്ക് അറിയാൻ പറ്റുന്നു. അപ്പോൾ വായന, നമ്മൾ കഥകൾ കേൾക്കുന്നത് പോലും ആരോ ഒരാൾ എവിടെയോ വായിച്ചല്ലേ നമ്മൾ കഥകളായിട്ട് കേൾക്കുന്നത്. അപ്പോൾ വായനയ്ക്ക് അത്രത്തോളം പ്രസക്തിയുണ്ട്. മൗനം ധ്യാനം ജ്ഞാനം എന്നൊരു മന്ത്രം എടുത്താൽ കൂടി ആ മൗനത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒന്നിലും മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ പുസ്തകം വായിക്കും. അപ്പോൾ പുസ്തകം വായിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പോകാം. ഇപ്പോൾ നമ്മുടെ സമൂഹം നമുക്ക് പല എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭക്തി എങ്ങനെയാണ്, ധ്യാനം എങ്ങനെയാണ്, ജാതികൾ എങ്ങനെയാണ്, നീ ഇന്ന ജാതിയാണ്, അവരെ തൊട്ടുകൂടാ, അവർ വീട്ടിൽ പോയിക്കൂടാ, അവിടെ കഴിച്ചുകൂടാ, എന്തൊക്കെയോ നമ്മുടെ ഓരോ സമൂഹവും ഓരോ കുട്ടിയെയും ഓരോന്നും പറഞ്ഞ് അടിമപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്ന് ജീവിച്ച് വരുന്നത്. പക്ഷേ സാഹിത്യകാരൻ്റെ ദർശനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവനാണ് നമ്മളോട് പറയുന്നത്, ഒരു കള്ളനായ എന്താ, അവൻ മനുഷ്യനല്ലേ, അപ്പം നീ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അവനെ വെറുക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നത്. ഒരു വേശ്യ എന്ന് പറഞ്ഞ ഒരു സമൂഹം ഒരു സ്ത്രീയെ മുദ്ര കുത്തുന്ന സമയത്ത് ഒരു എഴുത്തുകാരൻ പറയും, ഒരു രാജ്യത്ത് ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ് ഒരു വേശ്യ ഉണ്ടാകുക? അവിടെ 10 റാസ്കൽസ് ഉള്ളതുകൊണ്ടല്ലേ ഒരു സ്ത്രീ വേശ്യയാകുന്നത് എന്നൊക്കെ ഒരു എഴുത്തുകാരനാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് ഭക്തിയിൽ തന്നെ എങ്ങനെയാണ്, നമുക്ക് രാമായണമായാലും മഹാഭാരതമായാലും ഭഗവത്ഗീത ആയാലും ആരും എഴുതിയതല്ലേ, പുസ്തകമല്ലേ, അത് വായിക്കാതെ പഠിക്കാതെ നമുക്ക് എങ്ങനെയാണ് അറിവ് വരുന്നത്? സോ സയൻസ് ആയാലും ചരിത്രമായാലും എന്ത് സബ്ജക്റ്റ് ആയാലും ജ്ഞാനത്തിൻ്റെ ഏതൊരു മാർഗമായാലും ദൈവമില്ല എന്നറിയാൻ പോലും കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ലേ കൺവിൻസ് ആകുന്നത്. ദൈവം ഇല്ല എന്നറിയാനായിട്ട് നമുക്കൊരു സെൻറ്റൻസ് മതി, ദൈവം ഉണ്ടെന്നറിയാനായിട്ടാണ് കുറേ പുസ്തകങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ പുസ്തക വായന എന്നുള്ളത് അത്ര ഒരു സന്തോഷത്തിൻ്റെ ലഹരിയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ പുസ്തകം, ഞാൻ കോഴിക്കോടുള്ള സമയത്ത് എൻ്റെ റൂമിൻ്റെ അടുത്തൊരു അങ്കിളുണ്ടായിരുന്നു, സംസാരിക്കേ ഇല്ല. ഗുഡ് മോർണിംഗ് പറഞ്ഞ് അങ്ങനെ ചിരിക്കും, അല്ലെങ്കിൽ ഹലോ അങ്കിൾ പറഞ്ഞാൽ ഹലോ, ഒന്നും സംസാരിക്കില്ല. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങിന് പോയതാണ് അവിടെ കോഴിക്കോട്. അപ്പോൾ എനിക്ക് അപ്പോഴും ഞാൻ എഴുതുന്നുള്ള വാസന എന്നുള്ളത് അറിയില്ല, എങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് ആകാംക്ഷ. അപ്പോൾ ഇയാൾ ആരാണ്, എന്തുകൊണ്ടാണ് ഇയാൾ മിണ്ടാത്തത്, താടിയൊക്കെ വെച്ചിട്ടുണ്ടാകും, പറഞ്ഞു കേരളത്തിലെ ആൾക്കാരൊക്കെ താടി വയ്ക്കുമല്ലോ, അതിനെന്താ, അപ്പോൾ വലിയ ദുഃഖിതനാണോ, ഒന്നും എനിക്കറിയില്ല. ഞാൻ ചെന്നൈയിൽ ജനിച്ച് വളർന്ന കുട്ടിയാണ് കേരളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, അങ്കിൾ ക്യാൻ ഐ ടോക്ക് ടു യു എന്ന് ഞാൻ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം നോക്കിയാൽ ആ വീട് മുഴുവൻ പുസ്തകം, ഒരു സിംഗിൾ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആ ലൈബ്രറി പുസ്തകത്തിൻ്റെ കൂടെ അയാൾ ജീവിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ലവ് മൈ റീഡിങ്, ഞാനൊരു വൊറേഷ്യസ് റീഡറാണ്, ഐ ലവ് മൈ ബുക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ പുസ്തകത്തെ അത്യധികം സ്നേഹിക്കുന്ന
ഒരു ഒരു ഒരാളുടെ ഒരു ചെറുകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. തമിഴിലൊരു ചെറുകഥയാണത്. അദ്ദേഹം ഒരു എങ്ങനെയാണ് ഈ എഴുത്തുകാരൻ കഥ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പിക്ക് പോക്കറ്റുകാരൻ എപ്പോഴും തൻ്റെ വിരലുകൾക്ക് പവറുണ്ട്. ആ വിരലുകൾ കൊണ്ടാണ് ഇങ്ങനെ പിക്ക് പോക്കറ്റ് എടുക്കുന്നത്. അവൻ്റെ ടെക്നിക്കാലിറ്റിയൊക്കെ ഈ വിരലുകൾ കൊണ്ട് ഈ പേഴ്സ് എടുക്കുന്നതാണല്ലോ. പക്ഷേ ഈ പുസ്തക വായന ഇഷ്ടപ്പെടുന്ന ഈ ഒരു കഥാപാത്രം, അയാളാണ് ഈ കഥയിലെ ഹീറോ. അദ്ദേഹം തൻ്റെ സംസാരം കൊണ്ട്, തൻ്റെ ചാതുര്യം കൊണ്ട് ആരുടെ അടുത്തുള്ള പുസ്തകവും അദ്ദേഹം വാങ്ങിച്ചിട്ട് പോകും. വാങ്ങിച്ചിട്ട് പോയി വായിച്ചിട്ട് തിരിച്ചു കൊടുക്കുകയോ ഇല്ല. അദ്ദേഹം തൻ്റെ വീട്ടിലത് ഭദ്രമായിട്ട് വയ്ക്കും. നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വേറെ എവിടെയോ വീട് പറയും. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരൂർ, അല്ലെങ്കിൽ കേരളത്തിനുള്ളിൽ പോയിട്ടൊരു കരൂർ അല്ലെങ്കിൽ ഒല്ലൂർ എന്ന് സംബന്ധമില്ലാതൊരു പേര് പറയും. ജനങ്ങൾ വിശ്വസിക്കും. പക്ഷേ അതായത് ഇപ്പോൾ അദ്ദേഹം ഒരാൾ കാണുകയാണെങ്കിൽ സംഗീതത്തിൻ്റെ ഒരു പുസ്തകം വെച്ചിരിക്കുകയാണെങ്കിൽ സംഗീത സംബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളുടെ പേരും പറഞ്ഞ് ഇന്ന് എന്തൊക്കെ പുസ്തകങ്ങൾ ഇനി എഴുതാനുണ്ട് സംഗീതത്തിൽ എന്നുള്ള എല്ലാ അറിവും പറയുമ്പോൾ ആരും, നിങ്ങൾ ഈ പുസ്തകമല്ല, എൻ്റെ അടുത്തുള്ള ഇനി 4-5 പുസ്തകങ്ങൾ ഞാൻ വായിക്കാതെ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അത്ര അയാൾ കാണുമ്പോൾ വിശ്വാസം വരും. അയാൾ പണമൊന്നും മോഷ്ടിക്കില്ല, സ്വർണം മോഷ്ടിക്കില്ല, ഒന്നുമില്ല, മോഷ്ടിക്കില്ല. പക്ഷേ എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് ഈ പുസ്തകത്തിന് അയാൾ കൊണ്ടുപോകും. അങ്ങനെ ഒരു വായനക്കാരൻ. പക്ഷെ ഇങ്ങനത്തെ വായനക്കാരൻ എന്തായിരിക്കും കുടുംബത്തിലെ ഗതി, എന്താണ് നിലപാട്, എന്താണ് സ്ഥിതി, എന്തായിരിക്കും വിധി? ഒരു ബഹുമാനവും ഇല്ല. അദ്ദേഹത്തിന് കുറച്ച് കൃഷിയുണ്ട്, മാസമായ വരുമാനമുണ്ട്, കുറച്ച് ബാങ്കിൽ പണമുണ്ട്. അതുകൊണ്ട് ഇയാൾ പോയി സമ്പാദിക്കണമെന്നില്ല. പക്ഷേ അമ്മയും മക്കളും എപ്പോഴും ചിരിയാണ്. എന്താണ് ഒരു ചീത്തയും ഇയാളെ കാണുമ്പോൾ ചിരിയൊക്കെയാണ്. ഒരു വാല്യൂ ഒന്നുമില്ല, ഒരു ബഹുമാനവും ഇല്ല. അങ്ങനെ ഇയാൾ ഓരോ സ്ഥലത്ത് പോകും, പുസ്തകങ്ങൾ കൊണ്ടുവരും, പുസ്തകം വായിക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിനെ വളരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്. കുറച്ച് പുസ്തകം പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇദ്ദേഹം തങ്ങളെ പറ്റിക്കാനായിട്ട് തന്നെ കുറച്ച് സംസാരിച്ചിട്ട്, ഇയാളുടെ സംസാരം കേൾക്കാനായിട്ട്, ഇയാൾക്ക് പുസ്തകത്തിൻ്റെയും ഓരോ കാര്യങ്ങളുള്ള അറിവിനെ പറ്റി അറിയാനായിട്ട് കുറച്ച് പുസ്തകം പുതിയതായിട്ട് കാണിക്കുമ്പോൾ അദ്ദേഹം കുറേ സംസാരിക്കും, ഈ പുസ്തകം കൊടുക്കും. അങ്ങനെ 5-6 പേര് ഇദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ഈ വായനക്കാരന് എന്ത് പറ്റി, കാണാനില്ലല്ലോ 4-5 മാസമായിട്ടെന്ന് പറഞ്ഞ് ഈ ഗ്രാമത്തിലേക്ക് ഏതോ 2-3 ഗ്രാമം പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ഇയാൾ അറിയുന്ന അവിടുത്തെ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളാണോ, അയാൾ മരിച്ചപ്പോൾ 1.5 മാസമായല്ലോ. 1.5 മാസമായോ, എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവർക്ക് എന്തോ പ്രശ്നമാണ്. അയാൾ ഒന്നും അറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു. കറക്റ്റായിട്ട് വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ വീടിൻ്റെ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. അവിടെ പോകുന്നു. അവിടെ പോകുമ്പോൾ അയാളുടെ ഭാര്യ, മക്കൾ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ഇങ്ങനെ ഈ മോൻ്റെ താക്കോൽ, കാറിൻ്റെ താക്കോൽ കാണാനില്ല. മോന് വീട് മുഴുവൻ തേടുകയാണ്. തേടുന്ന സമയത്ത്, അച്ഛാ എൻ്റെ താക്കോൽ തേടി തരും, അച്ഛനെടുത്തോ. ഞാൻ എന്തിനാണ് മോനെ നിൻ്റെ താക്കോൽ എടുക്കുന്നത്? ഞാനിവിടെ നിന്ന് പുസ്തകം വായിക്കില്ല, എന്നെ വായിക്കാൻ അനുവദിക്കൂ. അങ്ങനെ അപ്പോൾ അച്ഛന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അച്ഛൻ്റെ ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്, ഇവിടെ എവിടെയോ ഈ താക്കോൽ ഇവിടെ ഉണ്ടെന്നുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും അവിടെ വലിച്ചെറിയും. വീട്ടിനുള്ളിൽ തന്നെ അങ്ങ് ചെതറി. എന്നിട്ട് അപ്പോഴൊന്നും താക്കോൽ കിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെയൊക്കെ ഒരാളിങ്ങനെ തട്ടിമറിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഹൃദയമുണ്ട്. അതും ഇതുപോലത്തെ വായനക്കാരൻ ജീവിക്കുന്നതിനെ വായിക്കാനായിട്ട്. അങ്ങനെ ആൾക്കാർക്ക് ദുഃഖം, അവർക്ക് വളരെ ദേഷ്യം, അതുപോലെ എല്ലാത്തിനും താഴ്ന്നു പോകുന്ന ഒരാളാണ്. അന്ന് അദ്ദേഹം എന്താ മോനെ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇയാൾ താൻ ഈ പുസ്തകത്തിൻ്റെ ഭ്രാന്ത് മാറിയാലേ അവിടെ ഒരു നല്ല കുടുംബം ഉണ്ടാകും പറഞ്ഞാൽ ഞങ്ങൾ ഒന്തി. അയാൾ താഴെ വീണ് തലയിലടിച്ച് വീണിട്ട് രക്തമൊക്കെ പോയി അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും മരണപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് വളരെ വിഷമായി, ഇത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് അവർ വളരെ വിഷമിച്ചു. അപ്പോൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് അവസാനം അന്ത്യക്രിയ ചെയ്യുമ്പോൾ ആ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മേലെ ഈ ചന്ദനമരങ്ങളൊക്കെ വയ്ക്കുന്നത് പോലെ ഈ പുസ്തകങ്ങൾ വെച്ച് കത്തിച്ചു. ആ കഥ അവിടെ തീരുകയാണ്. പക്ഷെ നമുക്ക് വളരെ ദുഃഖം തരും അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ ഭാഗം വായിക്കുമ്പോൾ. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് വേണ്ടാത്ത പുസ്തകങ്ങളൊക്കെ ആ പുസ്തകം ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ കൊടുക്കണം എന്നൊരു വലിയൊരു പാഠം ആ കഥ നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശാന്തി അടയട്ടെ. അത് കഥയായാലും